ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു യാത്രാവിശേഷമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞങ്ങൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയ കാരണം ഒരു ചെറിയ ട്രിപ്പ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു, കൂർഗ് വരെ. അങ്ങനെ പോയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് പോയ ദിവസത്തെയാണ്. ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഞങ്ങളൊരു 7:30 7:45 അതിനുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോകുന്ന കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരോ സ്ഥലത്ത് നിർത്തി നോക്കുമ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ്. ലാസ്റ്റ് ഇതിവിടെ എന്തായാലും ഇറങ്ങി. ഇനി നോക്കണ്ട, തിരക്കുണ്ടെങ്കിലും സാരിൽ കഴിച്ചിട്ടാണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് മധുർ ടിഫനി പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അവിടെയും നല്ല തിരക്കായിരുന്നു. ക്യൂ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ തന്നെ പുറത്ത് സെൽഫ് സർവീസും ഉണ്ട്. അവിടെയും നല്ല തിരക്ക്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലാസ്റ്റ് അവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഉടനെ നിൽക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കയറി. നമ്മൾ മസാല ദോശ, ഇഡ്ഡലി ഇതൊക്കെ തന്നെയാണ് കേട്ടോ അന്നും കഴിച്ചത്. ഇവിടുത്തെ ചായ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് സാധാരണ ഈ ഏലക്ക ഇട്ടിട്ടുള്ള ചായ സാധാരണ ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ്. പിന്നെ കോഫി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോൻ പറഞ്ഞു മോൾക്കതൊന്നും വേണ്ട, ആൾക്കിതാ ഇതുണ്ടല്ലോ ലെമൺ സോഡ, അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു, ഈ പോണ ഇവിടെ തന്നെ ഒരു അമ്പലമുണ്ട്, കാവേരി നദിയുടെ കരയിലായിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കൂർഗിലിപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് അവിടെ എത്തിയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്തിരി എന്താ പറയുക, ലേറ്റ് നൈറ്റ് എത്തിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വഴിയിൽ 1-2 സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് അവർ ഇതുപോലെ പോയത് കേട്ടോ. ശ്രീ നിമിഷാംബ ദേവസ്ഥാനം എന്നാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ പാർവതി ദേവിയുടെ ഒരു അവതാരം. പേര് പോലെ തന്നെ നിമിഷ, അതായത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടത്തി തരുന്നതാണ് വിശ്വാസം. പാർവതി ദേവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ നടന്നു പോണ വഴിയിൽ ആ അമ്പലത്തിൻ്റെ നേരെ തന്നെ നടക്കിയെന്നുള്ള രീതിയിൽ ശിവൻ്റെ ഒരു ശിവലിംഗം കാണാം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ഈ റെഡ് കാർപ്പറ്റ് വിരിച്ച ആ വഴി കൂടെ ഉണ്ട് അമ്പലത്തിലേക്ക് പോവുക. ഈ കാർപ്പറ്റിൻ്റെ 2 വശത്തും ചെറിയ ചെറിയ ഇങ്ങനെ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ആൾക്കാർ വിൽക്കാൻ വെച്ചിട്ട് കാണാം. അതല്ലാണ്ടും ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കടകൾ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ അമ്പലവും അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ. ആ ഗോപുരവാതിക്കൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞാൽ നിൽക്കണം. ആ തിരക്ക് കാരണം ഞങ്ങൾ കയറിയില്ല. ഇനി അവിടെ നിന്ന് എത്ര സമയം എടുക്കുമെന്ന് അറിയില്ലല്ലോ. ഈ അമ്പലത്തിനെ പറ്റി വേറെ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തിരക്കില്ലെങ്കിൽ നമുക്ക് പോയി തൊഴായിരുന്നു. ഇത് തിരക്ക്, ഇനിയിപ്പോൾ നമ്മൾ നിന്നാൽ എത്ര സമയം എടുക്കും, ഇനി നമുക്ക് വേറൊരു സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ പോകണം. അതുകൊണ്ട് എന്തായാലും നമ്മൾ നേരെ കാവേരി നദിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആളുകളെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റുക കേട്ടോ. തട്ടിയും മുട്ടിയൊക്കെയാണ് നമ്മൾ നടക്കണത്. ഇതിലെ അതിലായിരുന്നു കൂട്ടം കൂടി ആൾക്കാരൊക്കെ നിന്നിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു കാവേരിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ അതെ ഇതന്നെ അവസ്ഥ. എന്നിട്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് ഞങ്ങളൊന്ന് ഇറങ്ങിയത്. വെള്ളത്തിലിറങ്ങാന്ന് പറഞ്ഞാൽ കാല് മാത്രമേ ഞങ്ങൾ നനച്ചുള്ളൂ. കുട്ടികൾക്ക് ഫുൾ അതിലിട്ട് മറിഞ്ഞ് അറമാദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇനിയും യാത്ര ചെയ്യുന്നതുകൊണ്ട് വിജേഷ് പറഞ്ഞു വേണ്ട, ഡ്രസ്സ് നനയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണാനായിട്ട്. ഈ ഒരു അമ്പലത്തിലേക്ക് തൊഴാൻ വരുന്നവർ എന്തായാലും ഈ ഒരു കാവേരി വെള്ളത്തിലൊന്ന് കാലെങ്കിലും നനച്ചിരിക്കും. എനിക്ക് ഇരിക്കണം, എനിക്ക് പറ്റില്ല. നമ്മൾ പിന്നെയും പോവും, കൂർഗിലും പോകും. അങ്ങനെ അവിടെ വെള്ളത്തിലൊന്നും ഡ്രസ്സ് നനയ്ക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഞങ്ങളിട്ട് ഇവിടെ നിന്ന് നല്ല ഭംഗിയുള്ള 2 കല്ലുകളൊക്കെ പറക്കിക്കൊണ്ട് വന്നു, കാവേരി നദിയുടെ ഓർമ്മയ്ക്കെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയ തണുപ്പും ഇതൊക്കെ കൂടിയിട്ട് നല്ല ഒരു പ്രത്യേക ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറി തിരിച്ച് പോകാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഓരോന്ന് വേണം. മോന് ഗോലി സോഡ വേണം, മോൾക്ക് ചാമ്പയ്ക്ക വേണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഡിമാൻഡുകൾ തുടങ്ങി. അപ്പോൾ വഴിയിൽ കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ നിരന്ന്
ഇരിക്കണമുണ്ട്, ഈ ഇവിടെ നിന്ന് ഓരോന്ന് വാങ്ങിച്ച് കഴിക്കുകയും ഒക്കെ ഉണ്ട്. ഇതെന്താ സംഭവം വിൽക്കാൻ വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ ആൾക്കാരെ തിരക്കൊണ്ടാണ് കിട്ടണില്ല. അപ്പോൾ ഇതാ ഇവിടെ ഈ ഗോലി സോഡ കണ്ടപ്പോൾ മോൻ അത് വേണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ചാമ്പയ്ക്ക വേണം അപ്പോഴേക്കും. അപ്പോൾ ഇവള് ചാമ്പയ്ക്ക പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ വാങ്ങിക്കാൻ ചാമ്പയ്ക്കല്ല സംഭവം, ഇതുണ്ടല്ലോ അരിനെല്ലിക്ക, അതിങ്ങനെ ഓരോരോ ഗ്ലാസ്സുകളിലാക്കി വെച്ചിട്ടുണ്ട്, അതാണ്. ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് കണ്ടില്ലേ ക്യൂ, പുറത്തേക്ക് ഇങ്ങനെ നീണ്ട ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ ചാമ്പയ്ക്കല്ല അരിനെല്ലിക്ക, ഇവിടെ മറ്റേ പണ്ടത്തെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും, കമ്പിളി നാരങ്ങ എന്ന് പറയും ചിലവർ. അപ്പോൾ അതിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മധുരം ഇല്ലെങ്കിലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ ആ സാധനം കഴിക്കാൻ. അപ്പോൾ ഞങ്ങളതിനെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയാം. അപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ്സുകളിൽ അരിനെല്ലിക്ക ഇരിക്കുന്നുണ്ടല്ലേ, അത് ഒരെണ്ണത്തിന് 30 രൂപ. അത് നമുക്കൊരു കവറിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തരും. അത് നമ്മളിങ്ങനെ കുലുക്കി അതിനെടുത്ത് കഴിക്കാം. ഞാനൊക്കെ ഇങ്ങനെ ഒരെണ്ണം കഴിച്ചു. മോളത് നല്ല കഴിക്കലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അത് ബാക്കി ഉണ്ടായി. അത് അവിടെ കൂർഗ് എത്തിപ്പോഴേക്കും ഇത് കാറിലിരുന്നിങ്ങനെ ചൂട് കൊണ്ടിട്ടൊക്കെ ഇരുന്നിരുന്ന് അത് ശരിക്കും ഈ നമ്മൾ അച്ചാറിലൊക്കെ ഇട്ടാനുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, നല്ലോണം ഉപ്പും മുളകും പിടിച്ച് അങ്ങനെയായി. അരിനെല്ലിക്ക അതിരുന്നിരുന്ന് ഇങ്ങനെ വാടി പഴുത്തിട്ട് അതിൽ നന്നായിട്ട് ഉപ്പേരുവൊക്കെ പിടിച്ചിട്ട്, പിന്നെ ഇതേ കശുമാങ്ങ വിൽക്കാൻ വെച്ചേക്കണം. അതുപോലെ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ കൊണ്ടിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി. നമ്മൾ നേരത്തെ വന്ന വഴി കൂടെ തിരിച്ച് പുറത്തേക്ക് കിടക്കാൻ വേണ്ടി പോയപ്പോഴാണ് മോന് അവിടെ നിന്ന് ഒരു ഗോലി സോഡ വാങ്ങിച്ചു കൊടുത്തത്. ഇതാണ് കേട്ടോ ഞാൻ കാവേരി നദിയിൽ നിന്ന് പറക്കിയെടുത്ത 2 കല്ലുകൾ, വെള്ളാരം കല്ല് പോലത്തെ. എന്നിട്ട് ഞങ്ങൾ ഗോലി സോഡ മോനൊരെണ്ണം വാങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് കുടിച്ച് നോക്കിയപ്പോൾ അത് വെറുതെ സോഡ മാത്രമല്ല കേട്ടോ, അതിലൊരു മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ചാട്ട് മസാലയുടെ, പിന്നെ അതുപോലെ ആ ഒരു മുളകിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് നല്ല രസമുണ്ടായി. അപ്പം ഞാനൊരു ഗ്ലാസും കൂടി പറഞ്ഞു, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല, അത് മോള് കുടിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. വഴിയിൽ വെച്ച് ലാസ്റ്റ് അവൾക്ക് അമ്മ എനിക്ക് വയറ് സുഖമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയായിരുന്നു, ഈ സോഡയും നെല്ലിക്കയും ഒക്കെ തിന്നിട്ട്. അങ്ങനെ ഞങ്ങൾ പോയ വഴി കൂടെ തന്നെ ഇറങ്ങി വരാണ് കേട്ടോ. എനിക്കിത് ഈ ഒരു ഭാഗവും ആകെ മൊത്തം അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഈ പഴനി പൊള്ളാച്ചി ആ ഭാഗത്തൊക്കെ പോയ പോലെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ പ്രത്യേകിച്ചും, കാരണം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടായി. ഈ പഴനിയിലാണോ അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു ചെല്ലുമ്പോൾ നിറച്ചിങ്ങനെ കഴുതകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചാണകത്തിൻ്റെ ഒക്കെ സ്മെല്ലല്ലേ, അത് ഈ ഒരു ഭാഗത്തൊരു ഇത്തിരി ഇങ്ങനെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളുടെ പ്ലാനിലില്ലാതിരുന്ന വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നാണ് ഈ ഒരു ശ്രീ നിമിഷാംബ ടെമ്പിളിൽ നമുക്ക് വരാൻ പറ്റിയതും. കാര്യം ദർശനം നടത്താൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അതിൻ്റെ അടുത്ത് പരിസരത്ത് വരാൻ പറ്റി, കാവേരി നദിയിലൊന്ന് ഇറങ്ങാനൊക്കെ പറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു യാത്രയ്ക്ക് തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ആ വണ്ടിയിൽ കയറിയിരിക്കാൻ നേരെ ആ സ്ഥലത്ത് അങ്ങോട്ട് എത്തുക, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഈ ഞങ്ങളുടെ കൊണ്ടുപോകുന്ന ഡ്രൈവറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളെപ്പറ്റിയും ഏകദേശ ധാരണ ഉള്ള ആളാണ്. ഇത് ഹസ്ബൻഡ് ജോലിയുടെ ആവശ്യത്തിനൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വിളിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് പരിചയമുണ്ട്. ആളുടെ ഫ്രണ്ട് സർക്കിളിലുണ്ട് കുറേ പേര് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ അറിയണവർ. അപ്പോൾ ആളോടൊക്കെ ചോദിച്ചിട്ടാണ് ഈ കൂർഗിൽ ഇന്ന സ്ഥലങ്ങളിൽ പോവാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ. അതുപോലെ തന്നെ ഈ പോണ വഴിക്കുള്ള സ്ഥലങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലതെന്നൊക്കെ ആൾ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഞങ്ങൾ പഴയ കാറുകളുടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നല്ല നല്ല കാഴ്ചകളായിട്ട് ഉടനെ വരാം കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.